അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുന്നേ ഞാനൊരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട്. അതിൽ നിന്നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ആണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു 3 ആൾക്കുള്ള ഫുഡാണ് കേട്ടോ. ഈ 2 കപ്പ് റൈസിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 ഉള്ളി നേരെ സ്ലൈസായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണല്ലോ ചെയ്യാൻ. അപ്പം ഇപ്പം ഗ്യാസിൻ്റെ എല്ലാം ബുദ്ധിമുട്ടെല്ലാം കാരണം ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാമെന്ന്, ഒന്ന് പൊരിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈനെ കൊണ്ട് ഞാൻ വിടിയിട്ട് നമ്മുടെ ഈ പൊട്ടോറ്റൊക്കെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പൊരിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ഞാൻ ഇതിനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പോവാന്നേ. അപ്പം അങ്ങനെ അതവിടെ പിന്നെ എയർ ഫ്രയറിൽ അതവിടെ ഇട്ടു. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ 4 ഒരു മീഡിയം സൈസുള്ള 4 അയക്കൂറൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, 4 തക്കാളി, 1 ചെറുനാരങ്ങ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, മല്ലിയില, പിന്നെ 3 ടേബിൾ സ്പൂണ് തൈരും 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ചിരവിയത്. ഇതാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷ് മസാല പുരട്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടിയിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 നാരങ്ങയുടെ പകുതി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ പൊരിക്കുന്ന വെളിച്ചെണ്ണയിലാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കുന്നത്. ഇത് സെപ്പറേറ്റ് ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഞാൻ മീൻ ഇതിൻ്റെ അകത്ത് നല്ലോണം മസാല പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഈ തവയടക്കം ഗ്യാസിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് നല്ലോണം മസാല അതിൽ നല്ലോണം കോട്ട് ചെയ്ത പോലെ ഒരു ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇതേപോലെ മാത്രമാണ് മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ പൊരിക്കുന്ന ഓയിൽ എത്രയാണോ ആ ഓയിൽ തന്നെ മസാല പുരട്ടിയിട്ട് പൊരിക്കുമ്പോൾ എനിക്ക് എളുപ്പമായി പണി. അപ്പോൾ മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ച് ഒരു 4 പീസ് അയക്കൂറയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 3 അവർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരളവാണ് കേട്ടോ ഇത്. അതിൻ്റെ തന്നെ ഞാനെല്ലാം മസാല എല്ലാം പുരട്ടിയതിന് ശേഷം ഒരു 2-3 കറിവേപ്പില കട്ട് ചെയ്തിട്ട് എടുത്തു. ആ സമയത്തേക്ക് കുറച്ചൊന്ന് നോക്കാൻ, ഒന്ന് തിരിച്ചിടാൻ കുറച്ചൊന്ന് മറന്നു പോയപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ എയർ ഫ്രയറിൽ അതവിടെ പൊരിഞ്ഞു. പിന്നെ മസാല ആക്കിയ ഫിഷ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോറുണ്ടാക്കുന്നത് വ്യക്തമായിട്ട് കാണിച്ചിട്ടാണ്ടുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണുള്ളത് അതേപോലെയാണ് ഞാനിവിടെ നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത്. അതായത് ബിരിയാണിൻ്റെ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് അരിൻ്റെ റൈസ് അടുപ്പത്ത് വെച്ചു. ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചു. നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അപ്പം ഇത് ഈ മസാലക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ആണല്ലോ, ഒരു 2 ഉള്ളിയുടെ മസാലയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മസാല കൂട്ടി ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ കണക്കൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ആ 2 ടേബിൾ സ്പൂണ് പിന്നെ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഈ പിന്നെ പൊരിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതായത് നല്ലോണം വാട്ടി വെച്ച ഉള്ളിനെ ഈ തേങ്ങേൻ്റെ അകത്തിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മസാലയാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വാട്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ഫിഷൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിൻ്റെ അകത്ത് ഇതിൻ്റെ ഫിഷിന് നമ്മൾ കുറേ മസാലകളൊന്നും ചേർക്കില്ല. അതുകൊണ്ട് ഈ പൊരിച്ച തവയിൽ തന്നെ ഞാൻ എന്താക്കി കുറച്ച് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോൾ ആ മസാലകളൊക്കെ ഈ തക്കാളിയിലേക്ക് പിടിക്കും. അപ്പോൾ ഈ മസാല തന്നെ ഈ ഒരു തക്കാളിൻ്റെ മിശ്രിതം നമ്മുടെ ഉള്ളിയിലേക്ക് ആക്കുമ്പോൾ ആ മസാലക്ക് നല്ല രുചിയായിരിക്കും. അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഫിഷ് മസാലയിൽ വേറൊരു മസാലകളും ചേർക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ആ തക്കാളിയൊക്കെ ഒന്ന് മിക്സാക്കി നമ്മുടെ ആ മസാലകളൊക്കെ നമ്മുടെ ഈ ഉള്ളിയിലേക്ക് വന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള അരിഞ്ഞു വെച്ച
തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വേവിക്കാൻ വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം ബാക്കിയുള്ള മസാലകളൊക്കെ അതിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊരിച്ച മീൻ്റെ മസാലേൻ്റെ അകത്ത് എന്തായാലും ഉപ്പുണ്ടാവുമല്ലോ. ഒന്ന് മസാല പിടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഒന്ന് കുറച്ചൊന്ന് വാടിയതിൻ്റെ ശേഷം ഞാൻ എന്താക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ തൈരുണ്ടല്ലോ. അപ്പോൾ നല്ല പുളിപ്പില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്ത. നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ 1-2 മതി കേട്ടോ. ഇച്ചിരി വെള്ളവും ചേർത്ത് ഇനിയിപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് പിന്നെ അരമുറി ചെറുനാരങ്ങ, ഞാൻ ഒരു ചെറുനാരങ്ങയാണ് എടുത്തത്. അത് അരമുറി ഫിഷ് പൊരിക്കുമ്പോൾ ഇട്ട് അരമുറി ഞാൻ ഈ മസാലയിലും ചേർത്ത് എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മളിതിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ദമ്മിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഒരുപാട് തൈര് ചേർക്കേണ്ടുള്ളൂ. അതിലൊന്ന് വാടി നന്നായിട്ട് മസാല ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി നമ്മളിവിടെ മസാല ഇവിടെ റെഡിയായി. ചോറും അപ്പുറത്തെ അടുപ്പിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗീ റൈസ് അപ്പോൾ അതെല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ പറയാറുണ്ട് എൻ്റെ അടുത്തുള്ള സ്റ്റോക്കാണ് ഈ പൊരിച്ച ഉള്ളി. അപ്പോൾ പൊരിച്ച ഉള്ളി കുറച്ച് ചേർത്തു. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് നമുക്ക് ദമ്മിടുന്ന ആ ഒരു പ്രോസസ്സിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് മല്ലിയിലയും ചേർത്ത് ഗരം മസാല ഇട്ട് ഉള്ളി പൊരിച്ചതൊക്കെ ചേർത്ത് എന്നിട്ട് നമ്മൾ മീൻ ആദ്യം നിരത്തി വെച്ചു. എന്നിട്ട് ഞാൻ നെയ്ച്ചോറുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ റൈസ് അതിൻ്റെ കൂടെ ദമ്മിടുന്ന സാധാരണ ബിരിയാണി ദമ്മിടുന്ന പോലെ. പക്ഷേ ആ മസാലയൊക്കെ ഉണ്ടല്ലോ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് വേറെ തന്നെ ഒരു ഫ്ലേവറായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു റെസിപ്പി. എനിക്ക് പണ്ട് ഉപ്പ പറഞ്ഞ റെസിപ്പിയാണ്. പക്ഷേ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസാലൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് നല്ല കൂടുതലായിട്ട് ഫീൽ ചെയ്യും. പിന്നെ തേങ്ങ ഇട്ടതുകൊണ്ട് നല്ലൊരു രുചിയായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തിന്. എന്തായാലും ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഫിഷ് ബിരിയാണി വെച്ചിട്ട് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയൊക്കെ ഇട്ടിട്ടൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, യമ്മിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും മറക്കരുത് ഇത് ട്രൈ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.